എലപ്പുള്ളിയിലെ മദ്യനിർമ്മാണശാലയ്ക്ക് അനുമതി നൽകിയതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾക്കിടെ CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം ഇന്ന് എറണാകുളത്ത് ചേരുകയാണ്. PPE കിറ്റ് വിവാദത്തിൽ ക്രമക്കേട് ആരോപിക്കുന്ന CAG റിപ്പോർട്ടും ഇന്ന് ചർച്ചയാകുമെന്ന് ഞങ്ങളുടെ കൊച്ചി ബ്യൂറോ റിപ്പോർട്ട് ചെയ്യുന്നു. തനേഷ് തമ്പി തത്സമയം. തനേഷ്, ഗുഡ് മോർണിംഗ്. തനേഷ്, യഥാർത്ഥത്തിൽ ഈ PPE കിറ്റ് വിവാദത്തിൽ അന്നത്തെ അപകടകരമായ അവസ്ഥ മനസ്സിലാക്കണമെന്നൊക്കെ മുഖ്യമന്ത്രി പറയുന്നുണ്ടെങ്കിൽ പോലും വളരെ പെട്ടെന്ന് തന്നെ ഈ വളരെ മൂന്നിരട്ടി വിലയ്ക്ക് ഇത് വാങ്ങാൻ തീരുമാനിച്ചു എന്നുള്ളത് മറുപടി പറയേണ്ടി വരും. CAGക്ക് പിന്നെ അന്നത്തെ സാഹചര്യമൊന്നും വിലയിരുത്തേണ്ട കാര്യമില്ല. CAG കണക്കുകൾ മാത്രമേ പരിശോധിക്കൂ. പറയൂ. ഗുഡ് മോർണിംഗ് SKN. CPIM-ന്റെ പതിവ് സെക്രട്ടേറിയറ്റ് യോഗമാണ് എല്ലാ വെള്ളിയാഴ്ചയും ഉള്ളത്. തിരുവനന്തപുരത്ത് നടക്കാറുള്ളതാണ്. പക്ഷേ ജില്ലാ സമ്മേളനങ്ങൾ പുരോഗമിക്കുന്ന ഒരു സാഹചര്യമായതുകൊണ്ട് തന്നെ സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലായിട്ടാണ് ഇപ്പോൾ പലപ്പോഴും സെക്രട്ടേറിയറ്റ് യോഗങ്ങൾ നടക്കുന്നത്. നാളെയാണ് CPIM-ന്റെ എറണാകുളം ജില്ലാ സമ്മേളനം ആരംഭിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ന് സെക്രട്ടേറിയറ്റ് യോഗം ലെനിൻ സെൻറ്ററിലാണ് നടക്കുന്നത്. എല്ലാ നേതാക്കളും ഇന്നലെയോടെ തന്നെ ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. മുഖ്യമന്ത്രി അടക്കമുള്ളവർ എറണാകുളത്താണുള്ളത്. അതുകൊണ്ട് തന്നെ എറണാകുളത്ത് ലെനിൻ സെൻറ്ററിൽ നടക്കുന്ന യോഗം സമകാലിക രാഷ്ട്രീയ സാഹചര്യങ്ങളാകെ വിലയിരുത്തും. അതിലേറ്റവും പ്രധാനം രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, എലപ്പുള്ളിയിലെ വൻകിട മദ്യ നിർമ്മാണശാലയ്ക്ക് അനുമതി നൽകുന്നതുമായി ബന്ധപ്പെട്ട വിവാദം, അതോടൊപ്പം തന്നെ PPE കിറ്റ് വിവാദം. ഈ രണ്ട് വിവാദങ്ങളിലും ഇന്നലെ നിയമസഭയിൽ മുഖ്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട്. അതിനും അപ്പുറത്തേക്ക് കൂടുതൽ വിശദീകരണങ്ങൾക്ക് പോകേണ്ടതില്ല എന്നുള്ള നിലപാടാണ് CPIM-ൻ്റേത്. എന്തായാലും ഇത് ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗത്തിൽ പരിഗണിക്കുമെന്നുള്ളത് ഉറപ്പാണ്. കാരണം പ്രതിപക്ഷം വലിയ പ്രതിഷേധം ഇക്കാര്യത്തിൽ ഉയർത്തുന്നുണ്ട്. മാത്രമല്ല, വൻകിട മദ്യനിർമ്മാണശാലയുടെ കാര്യത്തിലാണെങ്കിൽ എലപ്പുള്ളി പഞ്ചായത്ത് ശക്തമായ നിലപാട് സ്വീകരിച്ച് അതിനെതിരെ നിൽക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ രണ്ട് വിഷയങ്ങളിലും ഇന്നലെ മുഖ്യമന്ത്രി സഭയിൽ വ്യക്തമാക്കിയത് PPE കിറ്റുമായി ബന്ധപ്പെട്ടുള്ള വിവാദം അത് അന്നത്തെ ഒരു സാഹചര്യമാണ് എന്നുള്ളതാണ് വിശദീകരിക്കാൻ അദ്ദേഹം ശ്രമിച്ചത്. ഒപ്പം തന്നെ CAG-യുടെ റിപ്പോർട്ട് അന്തിമമല്ല, അതിൽ കൂടുതൽ കാര്യങ്ങൾ പുറത്തു വരേണ്ടതുണ്ട് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. അതുമായി ബന്ധപ്പെട്ട് നിയോഗിച്ചിരിക്കുന്ന സമിതി ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളെല്ലാം പരിശോധിക്കും. അതിനുശേഷമായിരിക്കും ഇക്കാര്യത്തിൽ ഒരു അന്തിമ നിലപാട് സ്വീകരിക്കാൻ കഴിയുക എന്നുള്ളതാണ് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത്. ഇക്കാര്യത്തിൽ വിവാദങ്ങൾക്ക് ഒന്നും അടിസ്ഥാനമില്ല. പ്രതിപക്ഷം അവരുടെ കാര്യങ്ങൾ, അതായത് പ്രതിപക്ഷം അവരുടെ ആരോപണങ്ങൾ ഉന്നയിക്കുക മാത്രമാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഈ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ CPIM-ഉം ഒക്കെ പറയുന്നത്. എന്തായാലും ആ ഒരു നിലപാട് തന്നെയായിരിക്കും ഇന്നത്തെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് യോഗം എടുക്കുക. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസങ്ങളിലായി ജില്ലാ സമ്മേളനങ്ങൾ ഏതാണ്ട് പകുതിയോളം ഇതിനോടകം പൂർത്തിയായിട്ടുണ്ട്. ഇന്നലെയാണ് പാലക്കാട് ജില്ലാ സമ്മേളനം പൂർത്തിയായത്. ഓരോ ജില്ലാ സമ്മേളനങ്ങളിലും ഉയർന്നു വരുന്ന ചർച്ചകൾ, അതോടൊപ്പം തന്നെ അതിൻ്റെ നടത്തിപ്പ്, സംസ്ഥാന സമ്മേളനത്തിനുള്ള മുന്നൊരുക്കങ്ങൾ, ഇനി വരാനിരിക്കുന്ന ജില്ലാ സമ്മേളനങ്ങളുടെ മുന്നൊരുക്കങ്ങൾ, ഇത്തരം കാര്യങ്ങളും ഇന്നത്തെ യോഗത്തിൽ ചർച്ചയാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. താങ്ക് യു തനേഷ് തമ്പി.